സിബിൻ്റെ കരച്ചിലും സിബിന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുന്നത് എല്ലാം അഭിനയമാണോ, അതായത് സ്ട്രാറ്റജി ആണോ, അതോ റിയൽ ആയിട്ടുള്ള സംഭവം തന്നെയാണോ? സിബിൻ മെൻ്റലി തകർന്നിട്ടുണ്ടോ അതോ തകർന്നതായിട്ട് അഭിനയിക്കുന്നതാണോ? ശരിക്കും നാളത്തെ പ്രൊമോയും വന്നിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡും ഇന്നത്തെ ലൈവും എല്ലാം കൂടെ കണ്ട് ആകെ ഉൾട്ടാ പുൾട്ടാ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ലൈവ് കണ്ടവരൊക്കെ പറയുന്നു സിബിൻ ഒട്ടും വയ്യ, സിബിൻ ആകെ തളർന്നിരിക്കുകയാണ്, മെൻ്റലി ഡിപ്രസ്ഡ് ആയിരിക്കുകയാണ്, സിബിനെ പറഞ്ഞു വിടുന്നതാണ് ബിഗ് ബോസേ നല്ലത്, അല്ലെങ്കിൽ ഇത്തിരി സൈക്കോളജിസ്റ്റിനെ കാണിക്കുക, ആകെ തകർന്നിരുന്നു. എപ്പിസോഡ് കണ്ടപ്പോൾ നേരെ ഉൾട്ടയായി. സിബിൻ ഈ കാണിക്കുന്ന കുറച്ചൊരു ഫുള്ളും ഡ്രാമയാണ്, അല്ലെങ്കിൽ അത് ഫുള്ളും അഭിനയമാണ്. കാരണം ഓരോ ക്യാമറ, നമ്മുടെ ലൈവിൽ കാണുന്ന ക്യാമറ ആംഗിളും എപ്പിസോഡിൽ കാണുന്ന ക്യാമറ ആംഗിളും രണ്ടും ഡിഫറെൻ്റ് ആണ്. എപ്പിസോഡ് ഫുള്ള് ക്ലോസപ്പും ലൈവ് ഫുള്ള് ദൂരത്ത് നിന്ന് എടുക്കുന്ന ക്യാമറയാണ്. അപ്പോൾ എപ്പിസോഡ് കണ്ടതിന് ശേഷം എല്ലാവരും പറയുന്നത് ഡ്രാമയാവാൻ ചാൻസ് ഉണ്ട്, കാരണം ആ രീതിയിലാണ് സിബിൻ്റെ പെരുമാറ്റം എന്നെല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സിബിൻ ഇത് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ഞാൻ ഗെയിമിൻ്റെ വ്യൂ ആയിട്ട് മാത്രമാണ് പറയുന്നത്. ഇവൻ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട്, അപ്പോൾ അതിനകത്ത് നമ്മുടെ സിജോ എന്ന് നമ്മുടെ ഈ പറയുന്ന സിബിൻ പുറത്തു പോകുമ്പോഴാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ഒരുപാട് ഇതെടുത്ത് പറയുന്നില്ല. ആ സംഭവം ഞാൻ മാറ്റി നിർത്തിക്കൊണ്ട് സിബിൻ ചെയ്തതെല്ലാം ഗെയിമാണ് എന്നുള്ള ലെവലിലാണ് ഞാൻ മറുപടി പറയാൻ പോകുന്നത്. ഈ റിവ്യൂ ഞാൻ പറയുന്നതിനൊരു എക്സെപ്ഷണൽ കേസ് കൂടിയുണ്ട്. കാരണം നാളെ സിബിൻ ക്വിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ സിബിൻ്റെ ഈ സംഭവം ഗെയിമല്ല, അത് റിയാലിറ്റി തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനൊരു എക്സെപ്ഷണൽ കേസ് വെച്ചിട്ടാണ് പറയുന്നത്. ഞാൻ ഇന്ന് നടന്ന ഫുൾ സംഭവം ഗെയിമായിട്ട് പറയാണ്. ആർക്കും ഇവിടെ ഇമോഷൻസിന് ഒരു വാല്യൂവും കൽപ്പിക്കാതെയാണ് ഞാൻ ഗെയിം പറയാൻ പോകുന്നത്. ഗെയിമാണ്, റിവ്യൂ ആണ്, അപ്പോൾ അത് ഗെയിമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിബിൻ ഇത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം ചെയ്തിരിക്കുന്നത്? സിബിൻ്റെ ഗെയിം ആണെങ്കിൽ സിബിൻ്റെ ആവശ്യം എന്ത്? അതായത് ഇങ്ങനെ പോണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ ബിഗ് ബോസ് പിടിച്ച് വെളിയിൽ എറിയൂലേ? അപ്പോൾ അത് കരുതി കൂട്ടിക്കൊണ്ട് സിബിൻ ഓൾറെഡി കുഴിച്ച കുഴിയിൽ വീഴാനുള്ള പണിയാണോ കാണിക്കുന്നത്? അതായത് പൂച്ച 4 കാലിൽ വീഴും പോലെ വീഴാനുള്ള വേലയാണോ കാണിക്കുന്നത്? എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഗെയിം ആണെന്നുണ്ടെങ്കിൽ സിബിൻ്റെ ലക്ഷ്യം പുറത്ത് ഇപ്പോൾ എനിക്ക് നെഗറ്റീവാണോ അതോ പോസിറ്റീവാണോ എന്ന് തിരിച്ചറിയാനുള്ള സിബിൻ്റെ തന്ത്രമാണിത്. മനസ്സിലായില്ലേ? ലാലേട്ടൻ വന്ന് ഒരുപാട് സിബിനെ ഫയർ ചെയ്തു. അതൊന്നും അല്ല സിബിൻ്റെ പ്രശ്നം. ജാസ്മിനുമായിട്ടുള്ള അടിയൊന്നുമല്ല പ്രശ്നം. ഞാനിവിടെ അകത്തോട്ട് വരാൻ വേണ്ടിയിട്ടിരുന്നപ്പം ജാസ്മിൻ നല്ല കട്ട നെഗറ്റീവായിരുന്നു. ഞാൻ വന്നു, അവൾക്ക് അഗെയിൻസ്റ്റ് നിന്നു, ഞാൻ മിഡിൽ ഫിംഗറൊക്കെ പൊക്കി, ഓക്കെ ശരി തന്നെ, ഞാൻ വലിയ രാജാവൊക്കെ ആയി പുറത്ത്. പക്ഷേ ലാലേട്ടൻ വന്ന് ഇത്രയും എന്നെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇമേജ് നേരെ ഉൾട്ടയായോ? ആദ്യത്തെ 1 വീക്ക് എനിക്ക് നല്ല കയ്യടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റി? എല്ലാം കൊണ്ട് തിരിഞ്ഞോ? ഒരു എപ്പിസോഡ് മൊത്തം എന്നെ ഫയർ ചെയ്തു. അത്രമാത്രം പുറത്ത് എനിക്ക് നെഗറ്റീവ് ആവോ? എൻ്റെ വീട്, എൻ്റെ കുടുംബം, എന്താണ് പുറത്തെ കാര്യം എനിക്ക് അറിയണം. എനിക്കിവിടെ ഇങ്ങനെ ഒരു ഇമോഷണൽ കളിച്ചുകൊണ്ട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വരെ എനിക്ക് എത്തുകയും വേണം. അതുവഴി എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോയി സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ ഹോസ്പിറ്റലിലോ എങ്ങനെയെങ്കിലും എത്തി ചെറിയൊരു രീതിക്കെങ്കിലും എനിക്ക് പുറത്തുള്ള കാര്യം അറിയണം. എനിക്ക് നെഗറ്റീവാണോ അതോ പോസിറ്റീവാണോ എന്നുള്ള കാര്യം എനിക്ക് അറിയണം. ഞാൻ നെഗറ്റീവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഞാൻ നിൽക്കുന്നത് കൊണ്ട് അർത്ഥമില്ല. ഞാൻ പോസിറ്റീവാണെന്ന് അറിയുകയാണെങ്കിൽ ഈ കാണിക്കുന്നതൊക്കെ ഉൾട്ടാ ലാലേട്ടൻ്റെ ഡ്രാമയാണെന്നുള്ള സംഭവം തിരിച്ചറിയാം. ഇതാണ് സിബിൻ്റെ ആക്ച്വൽ ഇത് ഈ കാണിക്കുന്നതൊക്കെ ഗെയിം ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കാണിക്കുന്നതൊക്കെ ഡ്രാമയാണെന്നുണ്ടെങ്കിൽ സിബിൻ്റെ മനസ്സിൽ സിബിൻ ചിന്തിക്കുന്ന സാധനം ഇതാണ്. അത് കട്ടായമാണ്. കാരണം പുറത്ത് നടക്കുന്ന എന്താണെന്ന് സിബിൻ അറിയാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. അത് ഇവൻ ഇത് നാടകമാണെങ്കിൽ മാത്രം അല്ല, ഇത് റിയൽ ആണെന്നുണ്ടെങ്കിൽ ഇത് റിയാലിറ്റി തന്നെയാണ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഗബ്രിയും ജാസ്മിനും രണ്ടുപേരും രണ്ടായിട്ട് കളിക്കാൻ തുടങ്ങിയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറേ കൂടി ജാസ്മിന് ഈ ഗബ്രിയുടെ ഒരുമാതിരത്തെ സ്വഭാവം മനസ്സിലായി തുടങ്ങി. അതായത് ഗബ്രി ജാസ്മിനെ അധികം അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. ജാസ്മിൻ എൻ്റെ ഗബ്രി എന്ന് പറഞ്ഞ് നടന്നിട്ട് അവസാനം ഗബ്രി ഇപ്പോൾ ഒരുമാതിരി ഗബ്രിയുടെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരിടത്ത് സ്റ്റാൻഡ് പിടിച്ച് പോകുന്നത് കൂടുതൽ ഇപ്പോൾ എക്സ്പോസ് ആയി വരുന്നുണ്ട്. ഈവൻ ഇന്ന് ഗബ്രി എന്തിനാണ് പവർ റൂമിലേക്ക് കയറിയത്? ഗബ്രിക്ക് നോമിനേഷൻ പേടിയാണ്. ഗബ്രിയുടെ ഒരു മുഖം മനുഷ്യൻ്റെ കണ്ണാടി, മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന് പറയും പോലെ ഗബ്രിയുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് എത്ര നോമിനേഷനുകളിൽ നിന്നാണ് ഗബ്രി ഇതുപോലെ രക്ഷപ്പെട്ട് വന്ന് പവർ റൂമിൽ കയറിയത്. ജാസ്മിൻ ക്യാപ്റ്റനായിരുന്ന സമയത്ത് ഗബ്രി പറഞ്ഞിരുന്നു, എന്നെ നീ പവർ റൂമിലാക്കണം ജാസ്മിൻ. അപ്പോൾ എടാ നീ പുറത്തുനിന്ന് കളിക്കുകയെന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ വേണ്ട, ഞാൻ പുറത്തുനിന്ന് കളിച്ചാൽ ശരിയാവില്ല, എനിക്ക് പവർ റൂമിനകത്ത് വരണം. എന്തിനു വേണ്ടിയിട്ട്? ഇവന് നോമിനേഷൻ പേടിയാണ്. ഇവൻ ഇത്ര പേടിയുള്ള ഇവൻ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് വന്ന് നിൽക്കുന്നത്. എനിക്ക് പൈസ മാത്രം മതി, എന്നെ പ്രേക്ഷകർ നെഗറ്റീവ് അടിച്ചാലും കവാലത്തടിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ആ ലെവലിലാണ് ഗബ്രിയുടെ ഗെയിം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ ഗബ്രി എന്ന് പറയുന്ന സാധനം ഇതിനകത്ത് ഇല്ലായിരുന്നുണ്ടെങ്കിൽ ജാസ്മിൻ നല്ല ഒരു അടിപൊളി പ്ലെയറായിട്ട് പോയാണ്. കാരണം ജാസ്മിൻ ഇതിനകത്തൊരു ഗെയിം കളിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ജാസ്മിൻ ഇതിനകത്ത് വലിയ ഗെയിം ഒന്നും കളിക്കുന്നില്ല.
എന്ത് ഗെയിമാണ് ജാസ്മിനോടെ കളിച്ചത്? എന്തെങ്കിലും പ്ലാനിങ് നടത്തിയോ? ഒന്നും ചെയ്തില്ല, ഒരു ഗെയിമും കളിച്ചില്ല. പിന്നെ എനിക്ക് ജാസ്മിൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് എടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നിയത്, പേഴ്സണൽ ഗ്രഡ്ജ് എന്ന് പറയുന്ന ഒരു സാധനം ജാസ്മിൻ ആരോടും കാണിച്ചിട്ടില്ല. ആരെയും സ്പെഷ്യലി ടാർഗറ്റ് ചെയ്ത് ജാസ്മിൻ കളിച്ചിട്ടില്ല. ആരുടെയെങ്കിലും നല്ല ആരുടെ ഗെയിം ആയാലും ജാസ്മിന് അവർ എന്താണ് കളിക്കുന്നതെന്ന് അറിയുകയും ചെയ്യാം. ഈ 3 സാധനം ഉണ്ടെങ്കിൽ സുഖമായിട്ട് കളിക്കാൻ പറ്റും. പക്ഷേ ഈ ഗബ്രി കൂട്ടിയിട്ടിരിക്കുകയാണ് ജാസ്മിനെ. പൂർണ്ണമായിട്ടും ഗബ്രിയുടെ ഭാഗത്ത് നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല, ജാസ്മിൻ്റെ ഭാഗത്തും ഉണ്ട് തെറ്റ്. ജാസ്മിനും കയർ ഒരു വിട്ടിട്ട് തന്നെയാണ് ജാസ്മിൻ്റെ കയർ ആര് നിയന്ത്രിക്കുന്നത്? ഗബ്രി കുതിരയുടെ മണ്ടയിരിക്കുന്ന കണക്ക് നിയന്ത്രിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ജാസ്മിന് സൂപ്പറായിട്ട് കളിക്കാമായിരുന്നു. ശ്രീധുവിന് കുറേ കൂടിയൊക്കെ സ്പേസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? ക്യാപ്റ്റൻ ആയതിനു ശേഷം ഈ പറയുന്ന സിബിൻ്റെ ഇമോഷണൽ ഡ്രാമയോ ഗെയിമോ എന്തോ ആയിക്കോട്ടെ, അതിലൂടെ സ്പേസ് കിട്ടുന്നത് ശ്രീധുവിനാണ്. നല്ല രീതിക്കുള്ളൊരു സ്പേസ് ശ്രീധുവിന് കിട്ടുന്നുണ്ട്. ഒരു സൂപ്പർ ക്യാപ്റ്റൻസിയാണ് ഫസ്റ്റ് ഡേ കാഴ്ചവെക്കുന്നത്. നമ്മുടെ മലയാളം ബിഗ് ബോസിൻ്റെ ഈ സീസണിൽ വന്നിട്ടുള്ള ഒരു പ്രത്യേകത, ക്യാപ്റ്റൻസിയിൽ വന്നിട്ടുള്ള പ്രത്യേകത, സീസൺ 7 തമിഴിൻ്റെ സെയിം സാധനമാണ്. അതായത് സീസൺ 5 വരെ ക്യാപ്റ്റനായ എനിക്കെന്ത്, അവിടെ അടിയിറക്കണമെങ്കിൽ നടക്കട്ടെ, ഇവിടെ ആവണമെങ്കിൽ അടിയാവട്ടെ, ക്യാപ്റ്റൻ ഒന്നിനും സോൾവ് ചെയ്യാനൊന്നും പോകത്തില്ല. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സീസൺ 1 കഴിഞ്ഞ ശേഷം 2-ലും 3-ലും 4-ലും 5-ലും ഒന്നുമില്ലായിരുന്നു, ക്യാപ്റ്റൻ എല്ലാത്തിനും പഞ്ചപുച്ച അടക്കി നിൽക്കുന്ന പോലെ. പക്ഷേ ഈ സീസൺ 6-ൽ വന്നു. ഇത് സെയിം സീസൺ തമിഴ് സീസൺ 7-ൽ ഏതൊക്കെ ആളുകൾ ക്യാപ്റ്റൻ ആയിട്ടുണ്ടോ അവരെല്ലാവരും ഇതേ ലെവലായിരുന്നു ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒട്ടുമിക്ക ആൾക്കാർ തമിഴ് സീസൺ കണ്ടിട്ടുണ്ട്. ഇന്ന് ശ്രീധു ഇരുന്ന് തമിഴ് സീസണെ കുറിച്ച് 1-2 ഡയലോഗ് പറയുന്നുമുണ്ട്. സ്മാൾ ബോസ് ഇങ്ങനെയായിരുന്നു, ബിഗ് ബോസ് സീസൺ 7-ലെ ഇങ്ങനെ ആയിരുന്നു തമിഴിൽ എന്നൊക്കെ പറയുന്നുമുണ്ട്. നോമിനേഷൻ ഡേ ആയിരുന്നു ഇന്ന്. 12 പേര് നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. പവർ റൂമും ക്യാപ്റ്റനും ഒഴിച്ച് എല്ലാവരും നോമിനേറ്റഡ് ആയി. ഇതിനിടയ്ക്ക് അപ്സരയും അർജുനായിട്ടുള്ള ഒരു ചെറിയ വിഷയം ചർച്ചയാവുന്നുണ്ട്. ജിൻഡോയും സായിയും അതുപോലെ തന്നെ സിബിനെ മുറുക്കെ പിടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. നമുക്ക് വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ഏപ്രിൽ 22-ാം തീയതിയിലെ ഡേ 43 ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിൻ്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം വന്ന് കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ആകാത്തവരെ മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അങ്ങനെ ഇന്ന് രാവിലെ ഒരു മധുര കിനാവില്ലഹരിയിലെന്നും കുടമുല്ല പൂ വിരിഞ്ഞു, ആ പാട്ടാണ്. സിബിൻ രാവിലെ പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് ആരടുത്ത് മിണ്ടുന്നില്ല, കെറു പിടിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ട്രിവാൻഡ്രം ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാൽ കലവിച്ചിരിക്കുകയാണ് സിബിൻ. പൂജ ഒരു സൈഡിലോട്ട് മാറി നിൽക്കുന്നുണ്ട്, അവിടെ സെറ്റിയിലിരിക്കുകയാണ് പൂജയ്ക്ക് വയ്യ, സെറ്റിയിലിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് ജിൻഡോ ഋഷിയുടെ അടുത്ത് പറയാണ്, നീ എന്നെ പവർ റൂമിൽ കയറ്റില്ലാടാ. അപ്പോൾ ഋഷി പറയണേ, എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കാനുള്ള കാര്യമല്ലേ ഇത്. അപ്പോൾ ജിൻഡോ ഈ പറയുന്ന കുറേ സാധനങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ജിൻഡോയ്ക്ക് നെഗറ്റീവ് ആവുന്നത്. ഇല്ലെങ്കിൽ ജിൻഡോയ്ക്ക് സൂപ്പറായിട്ട് കളിക്കാൻ പറ്റും. അടുത്ത് ശ്രീരേഖയും സിബിനും കൂടെ സംസാരിക്കണം. ശ്രീരേഖ പറയണത്, താങ്കൾ എന്താ സിബിൻ, നീ പവർ റൂമിൽ ഉണ്ടായിരുന്നല്ലേ, നീ അതിനകത്ത് എന്തൊക്കെയാണോ പവർ റൂമിൽ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത് ആ കാര്യങ്ങൾ നീ എൻ്റെ അടുത്ത് പറയണം, ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഫണ്ണായിട്ട് കൊണ്ടുപോകണം. നിസ്സാരമായിട്ട് എൻ്റെ ഐഡിയ 4-5 അങ്ങ് അടിച്ചെനിക്ക് മാറ്റണം, എന്നിട്ട് പവർ റൂം എനിക്ക് വന്നങ്ങ് സൂപ്പർ ആക്കണം എന്നുള്ള ഒരു ലെവലാണ് ശ്രീരേഖ. അപ്പം സിബിൻ പറയാണ്, ഞാൻ ഉറക്കം എണീറ്റിട്ട് എനിക്ക് ഓക്കെ ആവാൻ പറ്റുന്നില്ല. അപ്പോൾ സായി വരുന്നു, എന്താ നിൻ്റെ പ്ലാൻ എന്താ? അപ്പോൾ സിബിൻ പറയാണ്, സൈലൻസ്, എനിക്ക് നെഗറ്റീവായി തുടങ്ങി, ഇവിടെ ഇനി നിന്നിട്ടും കാര്യമില്ല, ഒരുമാതിരി മട്ടി പറയുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് പൂജ എന്താ പറയാണ്, എനിക്ക് ഓൾറെഡി നല്ല വേദനയുണ്ട്, ഡിസ്കിന് കംപ്ലൈൻറ്റ് ഉള്ളതാണെന്ന് ശരണ്യടുത്ത് പറയുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് വാഷ്റൂമിൻ്റെ അവിടെ പോയിരുന്ന് പൂജ കരയാണ്, എനിക്ക് നല്ല നടുവേദനിക്കുന്നു, എനിക്ക് വയ്യ, എനിക്ക് ഡിസ്കിന് പ്രോബ്ലം ഉള്ളതാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരയുന്നു. പിന്നീട് നീ ബെഡ് റെസ്റ്റ് എടുക്കാതെ എനിക്കിനി പറ്റത്തില്ല, എനിക്കിനി ബെഡ് റെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ, എനിക്ക് പെയിൻ കില്ലർ കൊണ്ടൊന്നും മാറത്തില്ല. അപ്പോൾ ശരണ്യ പറയണം, നീ ഇന്നത്തെ ദിവസം നിന്ന് നോക്കടാ, പരമാവധി നീ നോക്ക്. അപ്പോൾ പൂജ പറയാണ്, വേദന കൂടിക്കഴിഞ്ഞാൽ കിടക്കേണ്ടി വരുമോ? അപ്പോൾ സിബിൻ അങ്ങോട്ട് എന്തിനാ പ്രോബ്ലം ഒന്നുമില്ല, നീ ഇപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കുക. അങ്ങനെ പൂജ റെസ്റ്റ് എടുക്കാനായിട്ട് പോകുന്നു. പിടിച്ചെഴുന്നേപ്പിച്ചൊക്കെയാണ് പൂജയെ കൊണ്ടുപോകുന്നത്. ദെൻ ശ്രീരേഖയും ഋഷിയായിട്ടുള്ള സംസാരമാണ്. ശ്രീരേഖ പറയണം, നീ ഭയങ്കര ഡൗൺ ആയിരുന്നു ഫസ്റ്റ് വീക്ക് വന്ന സമയത്തൊക്കെ, പക്ഷേ നിന്നെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്ത് ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പം സായി നീ കണ്ടോ, സായി ഒരറ്റത്തോട്ട് ഒതുങ്ങി, സിബിൻ ഇപ്പോൾ ഒതുങ്ങി, ഇന്നലത്തേതിന് ശേഷം സിബിൻ ഒതുങ്ങി. പക്ഷെ അത് എല്ലാവരും ഇവിടെ ഭയങ്കര സംഭവമൊക്കെയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്താലേ പുറത്തത് ഔട്ട്പുട്ട് പോകുള്ളൂ, അല്ലാതെ ക്യാമറ നമുക്ക് വേണ്ടി ഒന്നും എക്സ്ട്രാ ചെയ്യത്തില്ല. അപ്പോൾ പിന്നീട് പൂജ ഇവിടെ നമ്മുടെ കട്ടിലിൽ കിടക്കാൻ, പൂജയ്ക്ക് അനങ്ങാൻ പറ്റുന്നത്, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര വേദനിക്കാൻ, എനിക്ക് ഭയങ്കര. അപ്പോൾ ശരണ്യ പറയണേ, കരയല്ലേടാ മക്കളെ, ഇപ്പോൾ ബിഗ് ബോസ് നിന്നെ വിളിക്കും. പൂജ പറയണം, ഐ ആം സോറി ബേബി, ഞാനൊരു വാക്ക് കൊടുത്തിട്ടാണ് വന്നത്, ലവറിനായിരിക്കും വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ വന്നത്, എന്നെക്കൊണ്ട് ഞാനെൻ്റെ ഹെൽത്ത് നോക്കാമെന്ന് 100 തവണ എൻ്റെ പറഞ്ഞു, എനിക്ക് പറ്റില്ല,
ഞാൻ ശ്രദ്ധിക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് സിബിൻ പറയാണ്, സിബിൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നു, ഒറ്റയ്ക്കാണ് ഞാൻ, നേരെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് അവിടെ അത് ഒറ്റയ്ക്കാണ് ഞാൻ, എൻ്റെ മെൻ്റൽ ഹെൽത്ത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ സായി പറയണേ, നീ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കടാ, ഇതെല്ലാം നീ കോൺസ്റ്റൻ്റ് ആയിട്ട് വാ. അപ്പോൾ ഗബ്രി പറയാണ്, ഞാൻ ഉദ്ദേശിക്കാത്തത് നിങ്ങൾ എൻ്റെ മേലെ അടിച്ചേൽപ്പിച്ചത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പ്രതികരിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് വീക്ക് ഞാൻ എന്തോരം ചീത്ത കേട്ടിരുന്നു, പിന്നീടാണ് ട്രാൻസ്ഫോർമേറ്റീവായി മാറി ഞാൻ ഗെയിം ലെവലിലോട്ടൊക്കെ എത്തിയത്. എന്തൊരു ഗെയിം, ആര് ഗെയിം കളിക്കുന്നത്? അപ്പോൾ സിബിൻ പറയാണ്, എനിക്ക് വെളിയിലൊരു ലൈഫുണ്ട്, എനിക്ക് വീട്, ക്യാമറ, ഇപ്പം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ എനിക്ക് ആകെ ഇവിടുത്തെ ഓരോരോ നോറയുടെ വളിപ്പ്, എനിക്കതെല്ലാം ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. നിങ്ങളുടെ ലക്ഷറി പോകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ മൈക്ക് ഊരി കളയാത്തതും ഇതൊന്നും ഒന്നും ചെയ്യാതിരിക്കുന്നത്. അല്ല, എനിക്ക് സ്ട്രെസ്സാണ്. അപ്പോൾ പിന്നീട് പൂജ എന്ത് ചെയ്യുന്നു, പൂജയ്ക്ക് ബാത്റൂമിൽ പോകണം. അപ്പം ഋഷിയും അഭിഷേക് ശ്രീകുമാർ എല്ലാവരുടെ പവർ റൂമിനകത്ത് കയറി അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. അവളെ കൊണ്ട് പറ്റുന്നില്ല, അവസാനം കസേരയിൽ ഇരുത്തുന്നു, ഭയങ്കര വേദനയാണ്, തിരിച്ച് വീണ്ടും കിടത്തുന്നു. സിബിൻ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ ഇരിക്കുന്നു, എന്നെക്കൊണ്ട് പറ്റത്തില്ല ബിഗ് ബോസ്, ഇനി എനിക്കിവിടെ ഇരിക്കാൻ പറ്റത്തില്ല, പ്ലീസ് കരയുന്നു, എനിക്ക് പേടിയാവുന്നു, എനിക്കിവിടെ നിൽക്കാൻ എനിക്ക് പേടിയാവുന്നു, എന്നെ പറഞ്ഞു വിടും ബിഗ് ബോസ്, പ്ലീസ്. കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നു സിബിനെ. സിബിൻ എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയം പൂജയെ നോക്കാൻ വേണ്ടി 4-5 ഡോക്ടേഴ്സൊക്കെ വരുന്നു. അപ്സര മാത്രമേ അടുത്തുള്ളൂ, ബാക്കിയുള്ളവർക്ക് ഗാർഡൻ ഏരിയയിൽ പോകാൻ പറയുന്നു. സിബിൻ കൺഫഷൻ റൂമിൽ നിന്ന് കരയാണ്. പൂജ ഇതേ സമയം സ്ട്രക്ചറിൽ കയറ്റിക്കൊണ്ട്, പൂജയ്ക്ക് നടക്കാനോ എഴുന്നേക്കാനോ ഒന്നും വയ്യ, പൂജയെ സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ട് ഉരുട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്, സ്റ്റോർ റൂം വഴി കൊണ്ടുപോകുന്നു. സിബിൻ പറയണം, ബിഗ് ബോസ് എനിക്ക് പേടിയാവുന്നുണ്ട്, എനിക്കിവിടെ ചീവീട് പോലെയാണ് അവിടുത്തെ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ, എനിക്കിവിടെ നിന്ന് പോകണം. അൻസിബയും ഋഷിയും ശ്രീരേഖയും കൊണ്ട് നിന്ന് സംസാരിക്കുകയാണ്. അൻസിബ പറയാണ്, സിബിൻ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കിടിലം പ്ലെയറാണ്. അപ്പോൾ ഋഷി പറയുന്നു, ഇമോഷണലി തകർന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പാടെ തകർന്നു പോകുന്ന എൻ്റെ അടുത്ത് മുമ്പ് തന്നെ സിബിൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീരേഖ പറയാണ്, ഇപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രശ്നം പൂജ മെൻ്റലി ഡൗണും സിബിൻ ഫിസിക്കലി ഡൗണുമാണ്. അല്ല, പൂജ ഫിസിക്കലി ഡൗണും സിബിൻ മെൻ്റലി ഡൗണും, അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം ഇപ്പോൾ ഈ വീക്കിലെ. പിന്നീട് കാണിക്കുന്നത് ക്യാപ്റ്റൻ്റെ അധികാര കൈമാറ്റമാണ്. ജിൻഡോ ശ്രീധുവിന് കൊടുക്കുന്നു. പിന്നീട് എന്തൊക്കെയാണ് ഇംപ്ലിമെൻറ്റേഷൻ, അത് പവർ റൂമിൻ്റെ കൂടെ തെറ്റാണെങ്കിൽ ഞാൻ കൂടെ നിൽക്കില്ല, ലിവിംഗ് റൂമിൽ വന്ന് സംസാരിക്കുമ്പോൾ ആരും ഇൻട്രപ്റ്റ് ചെയ്യാൻ പാടില്ല, ഞാൻ പണിഷ്മെൻറ്റ് തരും, മീറ്റിങ്ങുള്ള കാര്യങ്ങൾ ഞാൻ ഇൻഫോം ചെയ്യുമെന്ന് പറയുന്നു. പിന്നീട് ജിൻഡോയും സിബിനെയും പിടിച്ച് ടണൽ റൂമിലേക്ക് ഇടുകയാണ്. കാരണം അവർ രണ്ടുപേരും, നമ്മുടെ സിബിൻ ടീമിൽ നിന്ന് തെറിച്ചതാണ്, പവർ ടീമിൽ നിന്ന്. ജിൻഡോ എക്സ് ക്യാപ്റ്റൻ ആയിരുന്നു. സോ അവർ രണ്ടുപേരും ടണലിലിടുന്നു. ടണലിൽ ഓൾറെഡി ഉള്ളത് ആരൊക്കെയാണ്? 2 പേരേ ഉള്ളൂ, ജാസ്മിനും പിന്നെ അൻസിബയും. അവരുടെ കൂട്ടത്തിലേക്കാണ് എടുത്തിടുന്നത്. അടുത്ത് പവർ റൂമിലേക്ക് കയറാൻ വേണ്ടിയിട്ടൊരു ചാൻസ് കൊടുക്കുകയാണ്. അപ്പോൾ ആർക്കൊക്കെ കയറണം? 4 പേര് എഴുന്നേൽക്കുന്നു, നന്ദന, അഭിഷേക് ജയദീപ്, ജിൻഡോ, ഗബ്രി. ഇവർക്ക് 4 പേർക്കും കൂടി ഒരു ടാസ്ക് വയ്ക്കുകയാണ്. ഈ ടാസ്ക് വഴി നിങ്ങൾക്ക് ആരാണോ ജയിക്കുന്നത് അവർക്ക് കയറാമെന്ന് പറയുന്നു. പിന്നീട് ജാസ്മിനും സിബിനും കൂടെ സംസാരിക്കുകയാണ്. സിബിൻ പറയുകയാണ്, നമ്മൾ തമ്മിലുള്ളതൊന്നും അല്ല നമ്മുടെ പ്രശ്നം, പിന്നെ എനിക്ക് അൺകംഫർട്ടബിളാണ് ജാസ്മിൻ, ഇവിടെ പറ്റുന്നില്ല മോളെ, ഞാൻ ഇവിടെ നിന്ന് പോകണം, എൻ്റെ പഴയ ട്രോമയൊക്കെ തിരിച്ചു വരും, ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ജാസ്മിൻ പറയാണ്, ഞാൻ കാരണമാണോ, എൻ്റെ വിഷമം കാരണമാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്, വിട്ടേക്കിട്ടോ, ഞാൻ എന്തായാലും അങ്ങനെയൊന്നുമില്ല, നീ കാരണമൊന്നുമല്ല, എനിക്കിവിടെ ആരടുത്തും ഒരു വിരോധമോ ദേഷ്യമൊന്നുമില്ല, ഇതെൻ്റെ പേഴ്സണൽ ലൈഫിനെ സംബന്ധിച്ച കാര്യമാണ്. പിന്നീട് ശ്രീധു വന്നിട്ട്, യാരിവിടെ കഷ്ടത്തിലിരുന്നാലും അവൻ കൂടെ ഇരിപ്പ്. അപ്പോൾ സിബിൻ പറയാണ്, നിനക്ക് എൻ്റെ കഷ്ടം മാറ്റാൻ പറ്റത്തില്ല ശ്രീധു. അപ്പോൾ ശ്രീധു പറയുന്നു, 1 വീക്ക് നോക്ക്. അപ്പോൾ സിബിൻ, പറ്റുന്നില്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല. പിന്നീട് ഗബ്രിക്കും അഭിഷേക് ജയദീപിനും ജിൻഡോയ്ക്കും നന്ദനയ്ക്കും വേണ്ടിയിട്ടൊരു ടാസ്ക്കാണ് ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് നടക്കുന്നത്. ബിഗ് ബോസ് ഒരു കഥ പറഞ്ഞു കൊടുക്കും. അത് കുറേ കണക്കൊക്കെ വെച്ചുള്ള കുറേ 5 പശു 4 പശു ഇലത്തോട്ട് വലത്തോട്ട്, അപ്പോൾ അങ്ങനെ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് ഓരോരുത്തരെയും പ്ലാസ്മ ടിവിയുടെ മുന്നിൽ ലിവിംഗ് റൂമിൽ വിളിച്ചു വരുത്തി ചോദ്യങ്ങൾ ചോദിക്കുന്നു. കൂടുതൽ ഉത്തരം പറയുന്നത് ഗബ്രിയാണ്. ഗബ്രി ഡയറക്റ്റ് ആയിട്ട് തന്നെ ഗബ്രി ജയിക്കുന്നു. പവർ റൂമിലേക്ക് ഗബ്രിയും കൂടി ആഡ് ആവുകയാണ്. പിന്നീട് സിബിൻ എന്ത് ചെയ്യുന്നു? ആര് ജയിച്ചാലും സിബിൻ ഒരു മൈൻഡും ഇല്ലാതെ സിബിൻ നടക്കുവാണ്. പവർ റൂം വീണ്ടും ഇനാഗറേറ്റ് ചെയ്ത് എല്ലാവരും പവർ റൂമിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നു. പിന്നീട് അതിനുശേഷമാണ് കറക്റ്റ് കാര്യം ജാസ്മിൻ പറയാണ്, കറക്റ്റ് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ ആരും അംഗീകരിക്കില്ല. ഗബ്രിയുടെ അടുത്താണ് പറയുന്നത്, എന്താണ് ഇവിടെ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് അറിയത്തില്ല, ഞാൻ ഇമോഷണലി ഇവിടെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പറയുന്നതിൻ്റെ 4 നിനക്ക് എൻ്റെ അടുത്ത് പണ്ടുണ്ടായിരുന്നതിൻ്റെ 4 അംശം പോലും ഇപ്പം നിനക്ക് എൻ്റെ അടുത്ത് സ്നേഹമില്ല. എന്താണ് ഞാൻ റെസ്പോണ്ട് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല, നീ എന്താ ഒന്ന് പറ, നീ എന്താണ് കാര്യം, ഇവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമാണ്, എന്താണ് പ്രശ്നം എന്ന് എനിക്കറിയില്ല എന്ന് പറയാണ്. പിന്നീട് നന്ദന സിബിൻ്റെ പറയാണ്, കുറച്ച് ഫുഡ് വാരി തരട്ടെ ചേട്ടാ, എനിക്ക് വേണ്ട,
സിബിൻ ആകെ മൂകത പിടിച്ചിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് സിബിൻ മൂകത പിടിച്ചിരിക്കുന്നു. അവിടെ നിന്ന് ചാടി രക്ഷപ്പെടാനൊക്കെ ക്ലൈംബ് ചെയ്തൊക്കെ പോകാൻ നോക്കുകയാണ്. അപ്പോൾ എനിക്ക് കൂൾ സുരേഷിന് ഓർമ്മ വന്നു. സീസൺ 7 തമിഴ് ബിഗ് ബോസിലെ ഇതുപോലെ രക്ഷപ്പെടാനൊക്കെ കൂൾ സുരേഷ് നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുവാണ്. പിന്നീട് സിബിൻ ക്യാമറ നോക്കി പറയുന്നു, എനിക്ക് മത്സരത്തിൽ തുടരാൻ ബുദ്ധിമുട്ടുണ്ട്, ഇനി ഞാൻ അനുസരിക്കില്ല ബിഗ് ബോസ്, ഒരു കാര്യങ്ങളും ഞാൻ അനുസരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിബിൻ്റെ മൈക്കൊക്കെ അവിടെ ഊരി വെക്കുവാണ്. എനിക്ക് മെൻ്റൽ ആയിട്ടുള്ള എന്താ പറയുക, ഇതാണ് ഇപ്പോൾ വേണ്ടത്, എനിക്കിപ്പോൾ അതില്ല, എനിക്ക് ഇവിടെ നിന്ന് പോകണം. ബിഗ് ബോസ് മൈക്ക് ധരിക്കാൻ പറയും. നേരെ വന്ന് ഗാർഡൻ ഏരിയ വന്നിരിക്കുന്നു, മൈക്ക് ധരിക്കാൻ പറയുകയാണ്, കേൾക്കുന്നില്ല. ശ്രീതു വന്ന് പിന്നാലെ വന്ന് പറയുന്നു, കേൾക്കുന്നില്ല. CID രാംദാസ് വരുന്നു നമ്മുടെ ഹോളോഗ്രാമിലൂടെ. നോമിനേഷനിൽ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് പ്ലാൻ എന്നൊക്കെ ചോദിക്കുന്നു. സിബിൻ പറയാണ്, നോമിനേഷൻ സമയത്ത് എല്ലായിടത്തും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നു. സിബിൻ മാത്രം കേൾക്കുന്നില്ല. എൻ്റെ മാനസിക നില ആകെ തകരാറിലാണ്, ഞാൻ കളിച്ച് വെച്ച് നിൽക്കുന്നതേ ഉള്ളൂ, എന്ത് ശിക്ഷ വേണോ എനിക്ക് തന്നോട്ടെ, ഞാൻ ഏറ്റെടുക്കുക, എന്നെ നിങ്ങളിനി ഹൗസ് മേറ്റായിട്ട് കാണണ്ട, എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഇവിടെ നിന്ന് പോകണം. കൺഫഷൻ റൂമിലേക്ക് വിളിക്കുന്നു സിബിനെ. സൈക്കോളജിസ്റ്റിനെ കാണണോ, വേണം എന്ന് പറയുന്നു. സൈക്കോളജിസ്റ്റ് വരും വരെ വെയിറ്റ് ചെയ്യൂ, അതുവരെ നിങ്ങൾ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ആവാൻ പറയുന്നു. പിന്നെയാണ് നോമിനേഷൻ വരുന്നത്. നോമിനേഷനിലൂടെ ഞാൻ വേഗം പറയാം, ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്സര അൻസിബയുടെയും ഡയറക്റ്റ് നോമിനേഷൻ, പവർ റൂമിന് ഡയറക്റ്റായിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യാം. അത് റസ്മിനെ നോമിനേറ്റ് ചെയ്യുകയാണ്. ബിക്കോസ് ഓഫ് റസ്മിൻ നമ്മുടെ എന്താ പറയുക, കേസരിയോ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, എന്തോ കഴിക്കാനുള്ള ലക്ഷറി ഐറ്റം എടുത്തുകൊണ്ട് ആർക്ക് കൊണ്ട് കൊടുത്തു, നമ്മുടെ ജയിലിൽ കൊണ്ട് കൊടുത്തു. പവർ ടീമിൻ്റെ ഫുഡ് എടുത്തുകൊണ്ട് ജയിലിൽ കൊണ്ട് കൊടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് റസ്മിനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ അഭിഷേക് ശ്രീകുമാർ, സായി, സിബിൻ, ജാസ്മിൻ, ഇവരെ 4 പേരെയും ലാലേട്ടൻ തന്നെ ഓരോരോ കാരണങ്ങളാൽ പിടിച്ച് നോമിനേറ്റ് ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ റസ്മിൻ ഡയറക്റ്റ് നോമിനേറ്റഡ് ആയി. പവർ റൂമിലുള്ള ശരണ്യ, ഋഷി, ശ്രീരേഖ, ഗബ്രി, ഇവരെ 4 പേരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ക്യാപ്റ്റനായിട്ടുള്ള ശ്രീധുവിനെ നോമിനേറ്റ് ചെയ്യാനും പറ്റത്തില്ല. പിന്നെ ബാക്കിയുള്ള 7 പേരേ ഉള്ളൂ. ആ 7 പേരിൽ നിന്നും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോമിനേറ്റ് ചെയ്ത് 7 പേര് നോമിനേഷനിൽ വരുവാണ്. അപ്സര അൻസിബയുടെയും ജിൻഡോയുടെയും പേര്, അർജുൻ അൻസിബയുടെയും അഭിഷേക് ജയദീപിൻ്റെയും പേര്, റസ്മിൻ അബിയുടെയും അൻസിബയുടെയും പേര്, നോറ ജിൻഡോയുടെയും അബിയുടെയും പേര്, അൻസിബ അപ്സരയുടെയും നോറയുടെയും പേര്, ജാസ്മിൻ അൻസിബയുടെയും നന്ദനയുടെയും പേര്, സായി അൻസിബയുടെയും നോറയുടെയും പേര്, നന്ദന അഭിഷേകിൻ്റെയും അർജുൻ്റെയും പേര്. അഭിഷേക് എന്ന് വെച്ചാൽ അബി, മറ്റേ അഭിഷേക് ശ്രീകുമാർ ഓൾറെഡി ഡയറക്റ്റ് നോമിനേറ്റഡ് ആണ്. അഭിഷേക് ജയദീപ് നന്ദനയുടെയും അൻസിബയുടെയും പേര്, ജിൻഡോ അൻസിബയുടെയും അബിയുടെയും പേര്, അഭിഷേക് ശ്രീകുമാറും അബിയുടെയും അൻസിബയുടെയും പേര്, ഗബ്രി ജിൻഡോയുടെയും അൻസിബയുടെയും പേര്, ഋഷി അബിയുടെയും അർജുൻ്റെയും പേര്, സിബിൻ അബിയുടെയും അർജുൻ്റെയും പേര്, ശ്രീരേഖ അർജുൻ്റെയും അപ്സരയുടെയും പേര്, ശരണ്യ ജിൻഡോയുടെയും നോറയുടെയും പേര്, ശ്രീതു അൻസിബയുടെയും നന്ദനയുടെയും പേര്. അങ്ങനെ മൊത്തം വോട്ടുകൾ അഭിഷേക് ശ്രീകുമാർ ഡയറക്റ്റ് നോമിനേറ്റഡ് ബൈ ലാലേട്ടൻ, സിബിൻ നോമിനേറ്റഡ് ബൈ ലാലേട്ടൻ, സായി നോമിനേറ്റഡ് ബൈ ലാലേട്ടൻ, ജാസ്മിൻ നോമിനേറ്റഡ് ബൈ ലാലേട്ടൻ. അത് കഴിഞ്ഞ് റസ്മിൻ നോമിനേറ്റഡ് ബൈ പവർ ടീം. പിന്നീട് 10 വോട്ട് അൻസിബയ്ക്ക്, 4 വോട്ട് ജിൻഡോയ്ക്ക്, 8 വോട്ട് അഭിഷേക് ജയദീപിന്, 2 വോട്ട് അപ്സരയ്ക്ക്, നോറയ്ക്ക് 3 വോട്ട്, നന്ദനയ്ക്ക് 3 വോട്ട്, അർജുന് 4 വോട്ട്. അങ്ങനെ 12 പേര് ഈ ആഴ്ച നോമിനേറ്റഡ് ആയിരിക്കുകയാണ്. അതിനുശേഷം പിന്നീട് ഇത്രയാണ് മെയിൻ എപ്പിസോഡ്. പ്ലസ്സിൽ കാണിക്കുന്നത് നോറ നമ്മുടെ ജയദീപിൻ്റെ അടുത്തും നന്ദനയുടെ അടുത്തും പറയുകയാണ്, ഇവിടെ 2-3 പേരൊഴിച്ച് ബാക്കിയുള്ളവർക്കൊന്നും ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരാണ്. ഇവിടെ എനിക്കൊരു എതിരാളി എന്ന് പറയുന്ന ഒരാളില്ല, ശക്തമായ എതിരാളി എനിക്കില്ല. പിന്നീട് ജിൻഡോ പവർ റൂമിൻ്റെ അടുത്ത് രാവിലെ വന്ന് പറയുകയാണ്, ജാസ്മിൻ ഇന്നലെ ഡെന്നിലാണ് കിടന്നുറങ്ങിയത്, എനിക്ക് കംപ്ലയിൻ്റ് ഉണ്ട്, അവർക്ക് ശിക്ഷ കൊടുക്കണം. അപ്പോൾ പൂജ വയ്യാതെ അവിടെ കിടക്കണം. അപ്പോൾ പൂജ പറയാണ്, സിബിൻ അവിടെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ജാസ്മിൻ എഴുന്നേറ്റ് മാറിക്കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, സിബിൻ എൻ്റെ മച്ചാനല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ജിൻഡോ പറയുന്നു. പിന്നീട് ജിൻഡോ സിബിൻ്റെ അടുത്ത് പറയുകയാണ്, എടാ നീ ഇപ്പം നിൽക്കുന്ന ഫീൽഡിൽ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ടായിരുന്നു, പിന്നെ നീ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത്, അപ്പം നീ ആ കാര്യം ഒന്ന് ചിന്തിക്ക്. അപ്പോൾ സിബിൻ പറയാണ്, എനിക്ക് അതിനേക്കാൾ വലുതാണ് ഇപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ. അപ്പോൾ സായി പറയാണ്, ചിലർ ഗെയിം കളിക്കണം എന്നുള്ള ഒരു ഇതോടുകൂടി ഇതിനകത്ത് വന്ന് താല്പര്യത്തോടെ കളിക്കുന്നവരും ഉണ്ട്. അപ്പോൾ അഭിഷേക് ശ്രീകുമാർ പറയാണ്, ചിലപ്പോൾ ഫെയിലിയർ ആയിപ്പോവും. അപ്പോൾ ജിൻഡോ പറയണം, അപ്പം ഞാനോ എൻ്റെ ജീവിതം ഫുൾ ഫെയിലിയർ ആയിട്ട് ഇപ്പോൾ കയറി വന്നുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാനെന്ന് പറയുന്നു. പിന്നീട് ശ്രീധുവിൻ്റെ ടീം ഡിസ്ട്രിബ്യൂഷനാണ്, ഓരോരുത്തരെയും ഓരോരോ ടീമുകളിലേക്ക് ആക്കുന്നു. പിന്നെ ടീം മാറ്റി കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നീട് സായി സിബിന് നെഞ്ചുവേദന എന്ന് പറയുമ്പോൾ അത് ക്യാമറയിൽ നോക്കി പറയുകയാണ്, സിബിനെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോകുന്നു. അർജുൻ റസ്മിനോട് പറയുവാണ്, എന്തായാലും അർജുനും റസ്മിനും കൂടി അപ്സര എടുത്ത് സംസാരിക്കാൻ. ഒരു അപ്സരയ്ക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, എന്താണ് അപ്സര പ്രശ്നം, പറ, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, പറ, ഞാൻ സോറി പറയാനുള്ളതാണെങ്കിൽ ഞാൻ സോറി പറയാമെന്ന് അപ്സര എടുത്ത് പറയുകയാണ് അർജുൻ. അപ്സര പറയണം, ചില കാര്യം എനിക്ക് കംപ്ലൈൻറ്റ് ഇല്ല, ഞാൻ വാഷ്റൂമിൽ പോയ സമയത്ത് എൻ്റെ പുറകെ ശരണ്യ വന്നിട്ടുണ്ടായിരുന്നു, അർജുനും ശ്രീധുവും അവിടെ സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു,
അപ്പം ഞാനും ശരണ്യായിട്ട് അർജുനെക്കുറിച്ച് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവസാനം നമ്മൾ രണ്ടുപേരും ഭയങ്കര തർക്കത്തിലായി, പിണങ്ങി. ശരണ്യ മുമ്പേ പോയി, ഞാനും പിറകെ കരഞ്ഞുകൊണ്ട് പോയി. അർജുൻ അവിടെ ഇരുന്നിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല. അർജുൻ്റെ വേണ്ടപ്പെട്ട ആരെങ്കിലും ആണ് ഇരുന്ന് വിഷമിക്കുന്നതെങ്കിൽ അർജുൻ പോയി ചോദിക്കും. പക്ഷേ ഇവൻ്റെ കാര്യമാണ് ഞാനും ശരണ്യയോട് സംസാരിച്ച് വഴക്കായത്. എന്നിട്ട് പിന്നീട് ഒരു ഇൻസിഡൻറ്റിൽ അർജുൻ പറഞ്ഞു, ഞാൻ കണ്ടായിരുന്നു അവർ രണ്ടുപേരുടെ ബാത്റൂമിനകത്തോട്ട് കയറി പോയിട്ട് വഴക്ക് കൂടി മുഖവും വീർപ്പിച്ചുകൊണ്ട് ശരണ്യം ഫ്രണ്ടേ പോകുന്നതും അപ്സര പിറകെ പോകുന്നതും കണ്ടു. അപ്പം ആ സംഭവം കേട്ടപ്പം എനിക്കപ്പോൾ അവൻ എന്നെ കണ്ടിട്ട് പോലും എൻ്റെ അടുത്തൊന്നും ചോദിച്ചില്ല എന്ന് തോന്നിപ്പോയി. പിന്നീട് ബാത്റൂമിൽ ഞാൻ കുളിക്കുന്ന സമയത്ത്, ഇവിടെ ആരുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്ന സമയത്ത് എന്നെ അഭിഷേക് ജയദീപും അതുപോലെ ജാസ്മിനും കണ്ടിരുന്നു. പക്ഷേ എന്നിട്ട് അവരെന്നെ കേക്ക് കട്ട് ചെയ്യാൻ നേരത്ത് വിളിക്കുമെന്ന് ഞാൻ കരുതി, ശ്രീത് വിളിക്കുമെന്ന് കരുതി. എന്നെ കേക്ക് കട്ട് ചെയ്യാൻ വിളിച്ചില്ല. ആരും എന്നെക്കുറിച്ച് ഓർത്ത് പോലും ഇല്ല. ഫിസിക്കലി ഞാൻ ഓക്കെ അല്ല, ശരണ്യയ്ക്കത് അറിയാം. നമ്മൾ വീണ്ടും ഒന്നേന്ന് കയറി വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ എന്നെ അവോയ്ഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ നിൽക്കുന്നത് എന്ന് അപ്സര പറയുവാണ്. പിന്നീട് സിബിന് ലെറ്റർ വരികയാണ്, ഫുഡ് വല്ലതും കഴിക്കണം, ഫുഡ് കഴിക്കാതിരിക്കരുത്. സിബിൻ കേൾക്കുന്നില്ല. ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് ഫുഡ് കഴിക്കാനെന്ന്. സിബിൻ കേൾക്കുന്നില്ല. ജാസ്മിനും ഗബ്രിയായിട്ടും സംസാരിക്കുന്നത്. ജാസ്മിൻ പറയാണ്, ഞാൻ നോക്കുമ്പോൾ ഇവിടെ എല്ലാവരും ഹാപ്പിയാണ്, അർജുനും ശ്രീതുവും ഒക്കെ. അപ്പോൾ ഗബ്രി പറയാണ്, മോളെ പറ്റി പറയുമ്പോഴത്തേക്കും അത് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ, എന്നെക്കുറിച്ച് എന്തും പറയാം എന്ന്. അപ്പോൾ ജാസ്മിൻ കുറേ നേരം ഗബ്രിയുടെ മുഖത്ത് ചെറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഗബ്രി കുറേയൊക്കെ ജാസ്മിനെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഈ ഗബ്രി ജാസ്മിൻ്റെ അടുത്ത് നിന്ന് പറ്റി കൂടിയിരിക്കുക, അതൊന്ന് മാറിയിരുന്നു കഴിഞ്ഞാൽ രണ്ടുപേരും 2 ഗെയിം കളിച്ചേനെ. പിന്നീട് പൂജയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയ കാര്യം ബിഗ് ബോസ് പറയുന്നു. 2 ദിവസത്തെ തുണി എടുത്തുവിടാൻ പറയുന്നു. ഷോപ്പിംഗ് പർച്ചേസാണ് നോർമൽ. അതിനുശേഷം നമ്മുടെ ഡോക്ടറിനോട് സംസാരിച്ചുകൊണ്ട് കൺഫഷൻ റൂമിൽ സിബിൻ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ആശ്വാസമുണ്ട് എന്ന് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്. ഇറങ്ങി വരുമ്പോൾ തന്നെ ശ്രീരേഖ, ആർജു ഓക്കെ, നോക്കാം. ശ്രീരേഖ ചോദിക്കാൻ, ഭക്ഷണം എടുക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് മതി. അപ്പോൾ കുറച്ചൊന്ന് ചിരിക്കുന്നു. അപ്പോൾ ജിൻഡോ പറയണേ, ഞാൻ പറഞ്ഞില്ലേ നീ ഓക്കെ ആവുമെന്ന്. അപ്പോൾ സിബിൻ പറയണേ, എനിക്ക് ഒരാഴ്ച നോക്കണം. പിന്നീട് സിബിൻ റഷീദ് പറയണേ, ഇവരെയൊക്കെ വിട്ടിട്ട് ഞാൻ എങ്ങനെയാടാ പുറത്ത് പോകുന്നത്, എങ്ങനെ ശരിയാവും? റഷീദ് പറയണ, ആ ചിരിക്കകത്ത് എന്തോ ഉണ്ടല്ലോ. അപ്പോൾ സിബിൻ പറയണേ, ഒരാഴ്ച നോക്കാം, ജനങ്ങൾ പുറത്താക്കുമ്പോൾ പോവാം. അപ്പം നന്ദനെയും ശരണ്യൊക്കെ ഒന്ന് ഓടിക്കെട്ടിപ്പിടിക്കുന്നു. പിന്നീട് ശ്രീരേഖ ഗബ്രിയുടെ അടുത്ത് പറയാണ്, പ്രതീക്ഷിക്കാത്ത ഒത്തിരി പേര് പുറത്ത് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഗബ്രി പറയണോട്, നോമിനേഷനിൽ വരാതിരിക്കാൻ വേണ്ടിയൊന്നും അല്ല ഞാൻ പവർ റൂമിൽ വന്നത്. അപ്പോൾ ശ്രീരേഖ പറയണേ, നിന്നെ പിടിച്ചേനെ ഇല്ലെങ്കിൽ ഞാൻ. അപ്പോൾ എന്നിട്ട് ശ്രീരേഖ, നിന്നെ സെലക്ട് ചെയ്യാനിരുന്നതായിരുന്നു ഞാൻ പവർ റൂമിലോട്ട്, ചുമ്മാ. അപ്പോൾ ഗബ്രി, സന്തോഷമുണ്ട്, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അത് പറഞ്ഞ് കേട്ടപ്പം. പിന്നെ ഇവിടെ വന്ന സൈക്കോളജിസ്റ്റ് ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എല്ലാ ബിഗ് ബോസിലും അയാൾ തന്നെയാണ്. ആ ഡോക്ടർ തന്നെയാണ്, വലിയ ഡോക്ടറാണ്. പിന്നീട് സിബിനും സായിയും ശരണ്യയുടെ പുറത്തിരിക്കുകയാണ്. അപ്പോൾ സായി പറയാണ്, നമുക്കറിയത്തില്ല പുറത്ത് നടക്കുന്ന സംഭവം എന്താ, അകത്ത് നടക്കുന്ന സംഭവം എന്തെന്ന്. നമ്മുടെ മുമ്പിൽ എന്താണോ നടക്കുന്നത് അതിനെക്കുറിച്ച് മാത്രമേ നമുക്ക് ഐഡിയ ഉള്ളൂ. അതാണ് ഈ ഗെയിം. ശ്രീതുവും അർജുനും കൂടെ രാത്രി വെള്ളം എടുത്ത് കുടിക്കുക, ഇവരുടെ കുറച്ച് റൊമാൻറ്റിക് ആംഗിൾസ് കാണിക്കുകയാണ്, ലവ് കോംബോ. പിന്നീട് ശരണ്യയും സായി ആയിട്ടിരുന്ന് രാത്രി സംസാരിക്കുന്നുണ്ട്. ശരണ്യ പറയുന്നുണ്ട്, സേഫായിട്ട് ഇവിടെ കളിക്കുന്ന കുറച്ച് പേര് ഇപ്പോഴും ബാക്കിയുണ്ട്, എന്തായാലും കൊള്ളാം. പിന്നെ എൻ്റെ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ സായിക്ക് എന്താ പറയാനുള്ളത്? അപ്പം സായി പറയണം, നിനക്ക് ഇപ്പോൾ പവർ കിട്ടിയപ്പോഴത്തേക്ക് നീ ഡ്രാമ കളിക്കുന്നു, നീ വേദികയായി മാറുന്നു എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. നീ റിയലായിട്ട് ഇങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അപ്പോൾ ശരണ്യ പറയണേ, എനിക്ക് റെസ്പോൺസിബിലിറ്റി തന്നു കഴിഞ്ഞാൽ ഞാനത് യൂസ് ചെയ്യണ്ടേ? എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനിയുള്ളതേ എനിക്ക് അങ്ങനെ കാണിക്കാനേ പറ്റത്തുള്ളൂ, കാരണം എൻ്റെ കയ്യിൽ പവറുണ്ട് എന്നിങ്ങനെ പറയണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിൻ എപ്പിസോഡ് വന്നത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? സിബിൻ്റെ ഡ്രാമയാണോ അതോ സിബിൻ കാണിക്കുന്നത് റിയാലിറ്റി ആണോ? നമുക്കൊന്നും പറയാൻ പറ്റൂല. പക്ഷേ ഇതൊരു ഗെയിമാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഗെയിം വ്യൂ നിന്ന് റിവ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഒരു ഒപ്പീനിയൻ ഇത് ഗെയിമാണെന്ന് തന്നെയാണ്. നമുക്ക് നോക്കാം. നാളെ സിബിൻ ക്വിറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇത്രയും മാനസികമായിട്ട് തളർന്ന സിബിൻ ക്വിറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സിബിൻ ഡ്രാമ തന്നെയാണ്. പക്ഷേ അത് ആരെങ്കിലും പൊളിക്കുമ്പോൾ നോക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ സിജോ ഈ വീക്ക് റീ എൻട്രി ഉണ്ടെന്ന് അറിയുന്നു. മിഡ് വീക്ക് ആകുമ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ നാളെയോ മറ്റന്നാളോ അതിൻ്റെ പിറ്റേന്നൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വരട്ടെ. അപ്പോൾ അതിനുശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ നോക്കാം. എന്താണെന്ന് അറിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്താണെന്നുള്ളത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ബിഗ് ബോസ് ആണെന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യണം മസ്റ്റായിട്ട്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം, അപ്ഡേറ്റുമായിട്ട് വരാം, പുതിയ വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.